ഹലോ ഗായ്, അപ്പൊ ഞാനിന്ന് നാട്ടിലേക്ക് പോവാണ്. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലുള്ളത്. അപ്പൊ നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. അപ്പോ കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ ലാസ്റ്റ് നാട്ടിൽ പോയത്. അപ്പോ നമ്മള് ചെക്കിങ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ബാഗൊക്കെ കൊടുത്ത് ചെക്ക് ഇൻ ചെയ്യണം. അപ്പൊ എൻ്റെ ഹാൻഡ് ബാഗ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയ ബാഗ് മാത്രം, പാസ്പോർട്ടൊക്കെ ഇടാനുള്ളത്. പവർ ബാങ്ക് ഒക്കെ ഉണ്ടായില്. ബാക്കി എൻ്റെ ലഗേജ് ഫുള്ള് ഞാൻ കൊടുത്തു വിടാണ്. അപ്പോ ഇനി ചെക്ക് ഇൻ ചെയ്യണ കാര്യങ്ങളാണ്. വൺ ബാഗോ? ആ, താഴെ വെക്കണം. ആ, ഞാന് പവർ ബാങ്ക് വെച്ചിട്ടാണ് ബാഗിൽ. അപ്പൊ എന്നെ കൊണ്ട് പവർ ബാങ്ക് ഒക്കെ എടുപ്പിച്ചു. ഞാൻ പറഞ്ഞ യൂസ് ചെയ്യാത്ത പവർ ബാങ്ക് ആണ്, ഒന്നെന്റെ ബാഗിലുണ്ട് പറഞ്ഞു. അപ്പൊ യൂസ് ചെയ്യാത്താണെങ്കിലും നമ്മള് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് വെച്ചിട്ട് പോവാണ്. ഇതാണ് അബുദാബി എയർപോർട്ടിന്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വേറെ ലെവൽ ലുക്കാണ് എയർപോർട്ട്. അങ്ങനെ നമ്മള് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതിന്റെ അകത്ത് കയറി. ഇതിനകത്ത് വന്നപ്പോ കിഡിലെ വിഷ്വൽസ് ആണ്. ഇതാണ് അബുദാബി എയർപോർട്ടിന്റെ. ഇവിടെ നമുക്ക് പെർഫ്യൂമിലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണത്. കുറെ ഉണ്ട് ഇത് നമുക്ക് കാണാൻ നോക്കാം. ഭയങ്കര അടിപൊളി സംഭവങ്ങളുണ്ട് ഇവിടെ. ഭയങ്കര ഡിസൈനിങ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ടത് അപ്പോ ബി സെക്ഷനിലാണ്. ബി സെക്ഷൻ വരുന്നത് ഈ ഏരിയയിലാണ്. അതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബി എന്നുള്ളത്. അപ്പൊ നമ്മളെ അങ്ങോട്ടാണ് പോണത്. ഇവിടുത്തെ ഷോപ്സ് എന്ന് വെച്ചാല് ഫുള്ള് അൾട്രാ ലക്ഷറി ബ്രാൻഡ്സ് ആണ്. പക്ഷെ ഷോപ്പ് കാണാൻ തന്നെ പുറത്തുള്ള ഔട്ട്ലെറ്റിനേക്കാളും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ് ഇവിടുത്തെ ഓരോരോ ഷോപ്പ് വരുന്നത്. നമ്മൾ അപ്പൊ നമ്മളെ ബി സെക്ഷനുള്ള അവിടെയാണ് വരുന്നത്. അപ്പൊ അവിടെ ഇച്ചിരി കാണാം. നമ്മള് നമ്മളെ നമ്പറിന്റെ അടുത്ത് പോയോണ്ടിരിക്കുകയാണ്. B26 ആണ് നമ്മൾ നമ്പർ പറഞ്ഞിട്ടുള്ളത്. B26 എന്നത് അവിടെയാണ് സ്ട്രൈറ്റ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വ്യൂ തന്നെ ഉണ്ട് ഇവിടെ ഉള്ളത്. നമ്മളപ്പോ ഫ്ലൈറ്റിന്റെ അകത്ത് കയറി. നമ്മളെ നമ്പർ വരുന്നത് 29 ആണ്. ബാക്കിലായിട്ടാണ് ഉണ്ടാവുക ഫ്ലൈറ്റ് ഉണ്ടാവുക. ആ, നമ്മൾ സീറ്റ് വരുന്നത് ഇവിടെ നമ്മുടെ സീറ്റ്. നമ്മളിവിടെ നമ്മുടെ സീറ്റിലെത്തിയിട്ട് ചില ആൾക്കാരെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്.